Hello everyone, how are you all? Welcome to another class. So in today's class, we are going to discuss about advices. ഉപദേശങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഉപദേശങ്ങൾ കൊടുക്കാൻ നമ്മൾ ഏത് വാക്കാണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുക? ഇറ്റ് ഇസ് എ മോഡൽ വേർബ്. അറിയാമോ ഏതാണെന്ന്? നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. നീ നന്നായി പഠിക്കണം. എങ്ങനെ പറയാം? നീ നന്നായി പഠിക്കണം. You should study well. You should study well. So ഉപദേശിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് should. The word should is used to give advices in English. Let's look at a few more examples. Okay. നിങ്ങൾ നന്നായി പരിശീലിക്കണം. അതെങ്ങനെ പറയാം? You should practice well. You should practice well. അടുത്തത്, നിങ്ങൾ ദിവസവും പരിശീലിക്കണം. അതെങ്ങനെ പറയാം? Now you know how to do it, right? പറയും. You should this every day. You should this every day. അടുത്തത്, നിങ്ങൾ ഒരു ഡോക്ടറെ കാണണം. ഇപ്പൊ ഒരാള് നമ്മുടെ അടുത്ത് ചുമച്ച് പനിച്ച് ഉണ്ടെങ്കിൽ if he is near us and he is not well, നമ്മൾ എന്താ അവനോട് പറയാ? നീ ഒരു ഡോക്ടറെ കാണണം. നമ്മൾ ഉപദേശിക്കൂലേ? So how to do that? You should see a doctor അല്ലെങ്കിൽ you should consult a doctor. You should consult a doctor. So ഇത് ഒരു form of ഉപദേശമാണ്. We are advising him. Okay. അടുത്തത്, നിങ്ങൾ കൂടുതൽ വെള്ളം കുടിക്കണം. Okay, this is what we all should do, right? എങ്ങനെ പറയാം? You should drink more water. You should drink more water. So നമ്മൾ എന്താണ് പഠിച്ചത്? should എന്ന വാക്കാണ് ഉപദേശിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. So now give me some advices using should. Okay, നിങ്ങൾ പറഞ്ഞോളൂ. രണ്ട് മൂന്ന് advices, എനിക്കുള്ള advices. Comment below. Okay, if you would like to advise me on any matters, please. അടുത്തതായി നിങ്ങൾക്ക് തന്നെ ഒരു രണ്ട് മൂന്ന് ഉപദേശങ്ങൾ നൽകൂ. Give yourself some advice. Okay, I should വെച്ചിട്ട് നമുക്ക് ഈ കുട്ടിക്ക് ഒരു ഉപദേശം നൽകാം. ഈ ഫോട്ടോയിൽ കാണുന്ന ഈ കുട്ടിക്ക് ഒരു ഉപദേശം നൽകാം. ഓക്കെ, എന്തായിരിക്കും നിങ്ങൾ നൽകുന്ന ഉപദേശം? എന്തായിരിക്കും? ഓക്കെ, ഇനി ഞാൻ കൊടുക്കാം. You should eat apples every day. There is a proverb, right? An apple a day keeps the doctor away. ഇദ്ദേഹത്തിന് ഒരു ഉപദേശം കൊടുക്കണം. നിങ്ങൾ എന്ത് ഉപദേശം കൊടുക്കാം should വെച്ചിട്ട്? You should drive safely. അല്ലെ? You should drive safely. ഇദ്ദേഹത്തിന് ഒരു അഡ്വൈസ് കൊടുക്കാൻ പറ്റുമോ? You should come to the office on time. It's to this person. You should exercise every day. ഈ കുട്ടിക്ക് ഒരു ഉപദേശം. You should sleep on time. അല്ലെങ്കിൽ you should go to bed on time. അടുത്തതായി എന്ത് ചെയ്യരുത് എന്നതിനെ കുറിച്ചുള്ള ഉപദേശം എങ്ങനെ കൊടുക്കാം? Advice on what not to do. Should not. So let's practice. Okay. നിങ്ങൾ ദീർഘനേരം TV കാണരുത്. How to say that? You should not watch TV for long hours. You should not watch TV for long hours. അപ്പൊ ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടി നമ്മൾ should not ആണ് ഉപയോഗിക്കുന്നത്. Okay. അടുത്ത ഉപദേശം, നീ കള്ളം പറയരുത്. How to say that? You should not lie. You should not lie. Next, നീ ക്ലാസ്സിൽ വൈകി വരരുത്. എങ്ങനെ പറയാം? You should not be late for class. You should not be late for class. ഇതായി നമുക്ക് should not വെച്ചിട്ട് കുറച്ച് sentences ഉണ്ടാക്കിയാലോ? First one, look at this picture and make a sentence with should not. Come on. You should not drive recklessly. You should not drive recklessly. അടുത്തത്,
ഈ കുട്ടിക്ക് ഒരു ഉപദേശം ഷുഡ് നോട്ട് വെച്ചിട്ട് ഞാൻ പറയാം. യു ഷുഡ് നോട്ട് വേസ്റ്റ് യുവർ ഫുഡ്. യു ഷുഡ് നോട്ട് വേസ്റ്റ് യുവർ ഫുഡ്. ഈ കുട്ടിക്ക് you should not write shabbily. You should not write shabbily. Next. ഈ കുട്ടിക്ക് ഒരു ഉപദേശം കൊടുക്കാൻ പറ്റുമോ? You should not jump off a moving vehicle. അല്ലെ? Or you should not jump from the bus while it's in motion. Next. നമ്മൾ ഓൾറെഡി ആദ്യത്തെ സെന്റൻസിൽ പറഞ്ഞാന്ന് തോന്നുന്നു. You should not watch TV for long hours. ഷുഡ് വെച്ചിട്ട് ഉപദേശം കൊടുക്കാൻ മാത്രമല്ല, ഉപദേശം ചോദിക്കാനും പറ്റും. യുനോ, ഫോർ എക്സാമ്പിൾ, ഞാൻ എന്ത് ചെയ്യണം? നമുക്കറിയില്ല എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പൊ നമ്മൾ നമ്മളെ ബോസിനോടോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടോ ആരോടും ചോദിക്കാണ്, ഞാൻ എന്ത് ചെയ്യണം? ഇതെങ്ങനെ ചോദിക്കാം? ഞാൻ എന്ത് ചെയ്യണം? അഡ്വൈസ് ചോദിക്കാണ്. അപ്പൊ ഷുഡ് എന്ന വാക്ക് ഒബ്വിയസ്ലി നെസസറി ആണ്. വാട്ട് ഷുഡ് ഐ ഡു? വാട്ട് ഷുഡ് ഐ ഡു? ഞാൻ അത് എങ്ങനെ ചെയ്യണം? എങ്ങനെ ചോദിക്കാം? ദിസ് ഈസ് വെരി സിമ്പിൾ. ഹൗ ഷുഡ് ഐ ഡു ഇറ്റ്? ഹൗ ഷുഡ് ഐ ഡു ഇറ്റ്? ഞാൻ എന്തിനു അത് ചെയ്യണം? This is a question that most people ask. Why should I do it? Why should I do it? എപ്പോഴാണ് ഞാൻ അത് ചെയ്യേണ്ടത്? എപ്പോൾ? When should I do it? When should I do it? Next question. ഞാൻ എവിടെ നിന്നാണ് അത് ചെയ്യേണ്ടത്? ഇതെങ്ങനെ ചോദിക്കാം? എവിടെ? Where should I do it from? Where should I do it from? So, ഈ കാണുന്ന കുട്ടിക്ക് ഒരു അഡ്വൈസ് നമ്മളോട് ചോദിക്കണം. ഈ കുട്ടി എന്തായിരിക്കും നമ്മളോട് ചോദിക്കുക? Come on, try. What should I read? What should I read? ഈ കുട്ടിക്കോ? When should I exercise? Where should I exercise from? What should I do next? അല്ലെ, അങ്ങനെ പല ചോദ്യങ്ങളും വരാം. Now this lady. Where should I clean? അല്ലെ, ഞാൻ എവിടെയാണ് ക്ലീൻ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ when should I come? ഞാൻ എപ്പോഴാണ് വരേണ്ടത് ക്ലീൻ ചെയ്യാൻ? Next. Where should I go? ഞാൻ എവിടെയാണ് പോകേണ്ടത്? Where should I go? Next. Come on. What should I type? What should I type? What should I study? How should I do it? ഞാൻ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? Now let's make yes or no questions. You know what are yes or no questions, right? If you are a regular on our channel, you will know what it is. Okay, let's start. ഞാൻ അവിടെ പോകണോ? ഞാൻ അവിടെ പോകണോ? അഡ്വൈസ് ചോദിക്കാണ്. ഓക്കെ, ഒന്നെങ്കിൽ യെസ് ആയിരിക്കും ഉത്തരം, അല്ലെങ്കിൽ നോ ആയിരിക്കും, അല്ലെ? So how would you say it? Should I go there? Should I go there? So ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, should ആണ് ആദ്യം വരുന്നത്. Because why? This is a yes or no question. Next. ഞാൻ മുഴുവൻ അധ്യായവും പഠിക്കണോ? This is another yes or no question. How do you say it? Should I study the full chapter? Should I study the full chapter? Next. ഇന്ന് ഞാൻ ക്ലാസ്സിൽ പോകണോ? ഇതെങ്ങനെ ചോദിക്കാം? ഇന്ന് ഞാൻ ക്ലാസ്സിൽ പോകണോ? Should I go to class today? Should I go to class today? അടുത്തത്. രാവിലെയും വൈകുന്നേരവും ഞാൻ പ്രാർത്ഥിക്കണോ? Come on, try. Don't be lazy. Should I pray in the morning and evening? Should I pray in the morning and evening? അവസാനത്തെ question. ഞാൻ ബസ്സിനായി ഇവിടെ കാത്തിരിക്കണോ? അഡ്വൈസ് ചോദിക്കാണ്. Should I wait for the bus here?
Should I wait for the bus here? My dear friends, ഇന്നത്തെ വീഡിയോയിൽ നിന്ന് നമ്മൾ എന്താണ് പഠിച്ചത്? Should is used to give advices. Okay, you can give advice and you can also take advices by asking questions. So do not forget what we learned today. And if you like our videos, please subscribe. If you liked this video, please comment and like. Thank you so much.